നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ അധ്യായത്തിലൂടെ നോക്കാൻ പോകുന്നത് പതിവ് പോലെ തന്നെ ഗ്രഹങ്ങളുടെ ചലനങ്ങളും ചില മാറ്റങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയാൻ പോകുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു സമയത്ത്, അതായത് സെപ്റ്റംബർ 15-ാം തീയതി ഓണമൊക്കെ കഴിഞ്ഞ് ആ തിരക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശുക്രന്റെ ഒരു മാറ്റം. ശുക്രൻ നിലവിൽ കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത്. ഈ കർക്കിടക രാശിയിൽ നിന്നും സെപ്റ്റംബർ 15-ാം തീയതി ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും. ഒക്ടോബർ 9 വരെയാണ് ഈ ഗ്രഹമാറ്റം സംഭവിക്കുന്നത്. സെപ്റ്റംബർ 15-ന് ചിങ്ങരാശിയിലേക്ക് എത്തിയിട്ട് ഒക്ടോബർ 9 വരെയാണ് ഈ ഗ്രഹമാറ്റം ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു ഗ്രഹമാറ്റം കൊണ്ട് കുറച്ച് നല്ല ഗുണാനുഭവങ്ങൾ ചില രാശിക്കാർക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെ നനച്ചിരിക്കാത്ത പല സന്ദർഭങ്ങളിലും ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം വ്യത്യസ്തമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. കാരണം ഈ സെപ്റ്റംബർ 15 മുതൽ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. അത് സാമ്പത്തിക നേട്ടം തന്നെ ഈ ശുക്രന്റെ മാറ്റം കൊണ്ട് സംഭവിക്കും. 12 രാശിക്കാരിൽ അത് 3 രാശിക്കാരെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോ ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം സാമ്പത്തിക പുരോഗതി നിലനിർത്താൻ കഴിയും. സമ്പത്ത് നിലവിൽ ധാരാളം ഉള്ളവർക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാനും, ഇല്ലാത്തവർക്ക് കുറേശ്ശെ സാമ്പത്തിക ശേഷി വന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയി അനുഭവപ്പെടാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ. ആ ജീവിതം ഏറ്റവും ശുഭകരമായിട്ട് തന്നെ തുടരാൻ കുറച്ചു കാലം കഴിയും. ശുക്രനെ കൊണ്ട് ആണ് നമ്മൾ സാമ്പത്തിക ശേഷി, ഭൗതിക സുഖങ്ങൾ, അതേപോലെ എല്ലാവിധ ആഡംബര വസ്തുക്കളെ ഒക്കെ വാങ്ങിച്ചു കൂട്ടാനൊക്കെ നമുക്ക് ശുക്രൻ ഗുണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അനുഭവങ്ങളൊക്കെ വരികയുള്ളൂ. ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ ശുക്രൻ നല്ല രീതിയിൽ നമ്മുടെ ജാതകത്തിലൊക്കെ നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വന്നുകൊണ്ടിരിക്കും. ഒന്നിനും ഒരു കുറവ് വരില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്ത് വേണോ അതൊക്കെ നമ്മുടെ കൈക്കുമ്പിളിൽ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ശുക്രൻ നമ്മുടെ ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഒന്നിനും ഒരു കുറവില്ല. കാരണം പണത്തിനാണെങ്കിൽ പണം ധാരാളം ഉണ്ടായിരിക്കും. ആഡംബര വസ്തുക്കളാണെങ്കിൽ നമുക്ക് വേണ്ടുവോളം ഉണ്ടായിരിക്കും. കോസ്മെറ്റിക് സാധനങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ധാരാളം വന്നു ചേരും. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതായത് ധാരാളം ഡ്രസ്സുകൾ, വില കൂടിയ ഡ്രസ്സുകൾ, ഇതൊക്കെ എല്ലാം എന്തിനു പറയുന്നു, ഇങ്ങനെയുള്ള ഭൗതിക സുഖങ്ങളെല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നതാണ്. മാത്രമല്ല, ഒരു പുരുഷനായാൽ ഭാര്യ ഭർത്താവ് അത് പരസ്പരം ചിന്തിക്കുന്നതും ശുക്രനെ കൊണ്ടാണ്. കളത്ര ഭാവം, 7-ാം ഭാവ കാരകത്വം ശുക്രനാണ്. അപ്പൊ ശുക്രൻ നല്ല രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജാതകത്തിൽ നമ്മുടെ എല്ലാ ജീവിതത്തിലും സുഖങ്ങളായിരിക്കും ഉണ്ടാവുക. അത് ഭാര്യ ഭർത്താ ബന്ധങ്ങളും നന്നായിരിക്കും. നല്ല ഭാര്യയെ പുരുഷന്മാർക്ക് ലഭിക്കുക, അതുപോലെ തന്നെ നല്ല ഭർത്താവിനെ ലഭിക്കുക, ഇതൊക്കെ ശുക്രന്റെ ബലാബലം അനുസരിച്ച് ഉണ്ടായിരിക്കും. നമ്മുടെ ജാതകത്തിലെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഒരു ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു അസ്ട്രോളജറെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ശുക്രന് ബലക്കുറവോ, അല്ലെങ്കിൽ ശുക്രൻ മൗഢ്യനോ, അല്ലെങ്കിൽ നീചാവസ്ഥയിലോ പാപമധ്യസ്ഥിതിയോ, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും. എന്തായാലും എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് കടക്കാം. 12 രാശിക്കാരിൽ, അതായത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരിൽ 3 രാശിക്കാർക്ക് അവർ നിലച്ചിരിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും
പല നേട്ടങ്ങളും ഇവരെ കൈക്കുമ്പിളിൽ എത്തുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിന് പറയുന്നത് കോടീശ്വര യോഗം എന്നാണ്. അതായത് സാമ്പത്തിക ശേഷി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ കോടീശ്വര യോഗം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വ്യക്തമായി പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, പല തമ്പനയിലും കോടീശ്വര യോഗം എന്നൊക്കെ അതിന് കൊടുക്കുക, കോടാലി കോടീശ്വര യോഗം എന്നൊക്കെ പലരും കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇത് വ്യക്തമായി പറയാൻ കാരണം, എല്ലാവർക്കും കോടീശ്വര യോഗം ഉണ്ടാവില്ല. ശുക്രൻ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോടീശ്വരനാവും, അതായത് ലക്ഷപ്രഭു ആവും, ഒക്കെ ആവാം. പക്ഷെ അത് പലതിനെയും ആശ്രയിച്ചിട്ടായിരിക്കും ഈ ഗുണാനുഭവങ്ങൾ വരിക. അപ്പൊ ഒരാൾക്ക് നല്ല രീതിയിലൊക്കെ ജീവിതത്തിൽ വളരെയധികം വളരാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ മറ്റൊരാൾക്ക് അത്ര തന്നെ വളരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. പിന്നെ ഒരാൾക്ക് വളരെ ചെറിയ രീതിയിലൊക്കെ വളരാൻ കഴിയും. അതായത് നമ്മുടെ സാഹചര്യം കൂടിയും ജീവിത സാഹചര്യം കൂടിയും കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ എന്നുള്ളത്. ഇപ്പോ നമ്മൾ പറയുന്നത് പൊതുഫലമാണ്, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പൊതുഫലമാണ്. അപ്പൊ ഈ പൊതുഫലത്തെ നമ്മൾ ആ രീതിയിൽ കാണുക. കാരണം എന്തുകൊണ്ടാ വെച്ചാല്, ഞാനിവിടെ കോടീശ്വര യോഗം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളും ഒരുപാട് പ്രതീക്ഷയിൽ ഇരിക്കുക. കാരണം ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാവാം നമ്മുടെ ഇടയിലുണ്ട്. നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും നരകയാതന അനുഭവിക്കുന്നവരും. ഇപ്പൊ നമ്മുടെ ഓണം വരാൻ പോകാണ്. കേരളത്തിലെ നാളെ ഓണാണ്, ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ് കേരളത്തിന്റെ. അപ്പോ ലോകത്ത് തന്നെ ഏറ്റവും ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു ഉത്സവം കൂടിയാണ്, അതായത് ഒരു ആഘോഷമാണ് ഓണം. പക്ഷെ ഈ ഓണത്തിനും നമ്മൾ സാധാരണ ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്നുണ്ട്, ആശുപത്രികളിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടായിട്ട് ആശുപത്രികളിലൊക്കെ നിലവിലും വലിയ വലിയ അസുഖങ്ങൾ, മാരക അസുഖങ്ങൾ ബാധിച്ച് ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം അവരെയൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കാണുക. എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും പൂർണ്ണമായിട്ടും ആർക്കും തീർത്ത് കൊടുക്കാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മളൊക്കെ ഒരു വലിയ ഭാഗ്യവാന്മാരാണ്, അത്തരത്തിൽ വിഷയത്തിൽ പോവാത്ത ആൾക്കാരായതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും നമ്മളെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വരട്ടെ, തീർച്ച തന്നെയാണ്. എന്തായാലും നമ്മൾ ആദ്യത്തെ രാശിക്കാരെ നോക്കാം. ഇതിനും പറഞ്ഞുകൊണ്ട്, ആദ്യത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും. അതായത് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഈ ഒരു ശുക്രന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക ശേഷി വർദ്ധിക്കും ഇവരുടെ. ചെറിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ ബിസിനസ്സിൽ വളർച്ച വന്ന് വലിയ രീതിയിൽ നല്ല രീതിയിൽ ആ ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്നും മറ്റുള്ള ബിസിനസ് വീണ്ടും സംരംഭങ്ങൾ വലുതാക്കാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ശുക്രൻ അനുകൂലത്തിൽ ജാതകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് വല്ല സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയൊക്കെ ഒന്നും കൂടെ പുരോഗതിക്ക് ലഭിക്കാനോ സ്ഥാനക്കയറ്റം ലഭിക്കാനോ, ആ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതോട് കൂടി തന്നെ അവർക്ക് ശമ്പള വർധനവും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അതേപോലെ ഈ രത്ന വ്യാപാരം ചെയ്യുന്നവര്, രത്നം അതായത് സ്റ്റോണുകളൊക്കെ വിൽപ്പന നടത്തുന്നവര്, അതായത് ഡയമണ്ട് പോലത്തെ പല തരത്തിലുള്ള സ്റ്റോണുകൾ ഉണ്ട്. അപ്പൊ ഈ സ്റ്റോണുകളൊക്കെ വിൽപ്പന നടത്തുന്നവർക്കൊക്കെ നല്ല ഒരു സമയം കൂടിയായിരിക്കും ശുക്രന്റെ ഈ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കുക. അത് ഈ പറയുന്ന 3 രാശിക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല. ഭാഗികമായ ഫലങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫലം 3 രാശിക്കാർക്ക്, അതായത് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. ഇവർ പോലും നിലച്ചിരിക്കാത്ത സമയത്തായിരിക്കും പലതരത്തില് സാമ്പത്തികം വന്നു ചേരുക, ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, നല്ല കുടുംബ അന്തരീക്ഷം ഉണ്ടാവുക, നല്ല രീതിയിൽ ഉല്ലാസയാത്രകളൊക്കെ നടത്താൻ കഴിയുക. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലതും ഇവരെ തേടിയെത്തുന്ന ഒരു സാഹചര്യമാണ് മേടം രാശിക്കാർക്ക് ശുക്രന്റെ ചിങ്ങത്തിലേക്കുള്ള മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ശുക്രൻ നല്ല രീതിയിൽ ഇവരുടെ ജാതകത്തിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ശുക്രന്റെ മാറ്റം, ശുക്രന്റെ ചിങ്ങത്തിലേക്കുള്ള മാറ്റം ഇവരുടെ ജീവിതത്തിൽ വളരെ ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കുക. സന്തോഷം, സമാധാനം, അതായത് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പൊരുത്തക്കേടുകളൊക്കെ ഉള്ളവർക്ക് അത് മാറി നല്ല ഒരു സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് മേടം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഈ ശുക്രന്റെ മാറ്റം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവര് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ
ഈ ശുക്രന്റെ മാറ്റം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മിക്ക് തീർച്ചയായിട്ടും മഹാലക്ഷ്മി ക്ഷേത്രം ഒക്കെ അടുത്തുള്ളവര് ആ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക. അതുപോലെ ലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ജപിക്കുക. മൂലമന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. പക്ഷെ അതുപോലെ ഭാഗ്യസൂക്തം വഴിപാട് കഴിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ. ഇതൊക്കെ ഇവരുടെ ഭാഗ്യങ്ങൾ വർദ്ധിച്ചു വരാൻ സഹായിക്കും. ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ദേവി ഇവരെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മേടം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാ കോടീശ്വര യോഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതെന്ന് നോക്കാം. അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിക്ക് 11ാം ഭാവത്തെയാണ് ശുക്രൻ സ്വാധീനിക്കുന്നത്. ഈ തുലാം രാശിയുടെ അധിപനും കൂടി ശുക്രനാണ്. അതുകൊണ്ട് തന്നെ തുലാം രാശിക്കാർക്ക് ബിസിനസ് രംഗത്ത് വൻ വിജയം നേടാൻ കഴിയും. അതായത് എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരല്ല നമ്മളുടെ ഇടയിൽ, പക്ഷെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ഭയങ്കര ലാഭം ലഭിക്കുന്ന സമയം തന്നെയായിരിക്കും. പുതിയ സംരംഭങ്ങൾ വീണ്ടും തുടങ്ങാൻ സാധിക്കും. അത് തന്നെ വച്ചടി കയറ്റമായിട്ട് വരാൻ ജീവിതത്തിൽ വളരെയധികം സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. സുഹൃത്തുക്കളുമായിട്ട് നല്ല ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഈ സമയം ഇവർക്ക് സാധിക്കും. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. കാരണം നമുക്ക് ഗുണാനുഭവങ്ങളില്ല. പല വീഡിയോകളിലും പല ആസ്ട്രോളജർമാരും പറയുന്നു കോടീശ്വര യോഗം, ലക്ഷപ്രഭു ആവും എന്ന്, അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറയുന്നതൊക്കെ സത്യമാണ്, ചാരവശാലുള്ള ഫലമാണ്. എങ്കിൽ പോലും ഈ ചാരവശാലുള്ള ഫലങ്ങൾ പല ആൾക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ചിലവർക്ക് ഇതൊന്നും ഫലം ലഭിക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു അസ്ട്രോളജർ സമീപിക്കുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അതിനുള്ള പരിഹാരം കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതിനെ മടിച്ചു നിൽക്കാതെ ഒരു അസ്ട്രോളജറെ സമീപിക്കേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരാനുള്ള വഴികളായിരിക്കും. അത് അടച്ചു കളയരുത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഭാഗ്യം നമ്മൾ തന്നെയാവും ചിലപ്പോ തടസ്സപ്പെടുത്തി വെക്കുക. അതിനാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ശുക്രന്റെ മാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. കുടുംബത്തെ സമാധാനം, സന്തോഷം, കളിയാടുന്ന സമയമാണ്. അതുപോലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അത് മുഖാന്തരം ശമ്പള വർധനം ഉണ്ടാവും. സുഹൃത്തുക്കൾ മുഖാന്തരം തന്നെ നമുക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും നമ്മളെ തേടിയെത്തും. അതുപോലെ പ്രണയിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. ജീവിതത്തിൽ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന സമയമാണ്. ആ ഒരു സമയം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ബന്ധം ആഴത്തിലുള്ളതാവും എന്ന് തീർച്ച തന്നെയാണ്. ചില പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും വീണ്ടും അടുപ്പത്തിലാവുക. അപ്പോ പ്രണയിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പൊ ഈ ശുക്രന്റെ ഈ ഒരു 11ാം ഭാവത്തിലേക്കുള്ള ഒരു തുലാം രാശിക്കാരെ സംബന്ധിച്ച് സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ജീവിതത്തിന്റെ നാനാ തുറകളിലൂടെയും നിങ്ങൾക്ക് പണം തേടിയെത്തുന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ചാരവശാലുള്ള ഫലങ്ങളിൽ പറയുന്നതാണ്. നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് പറയുമ്പോൾ പല ആൾക്കാരും ജീവിതത്തിൽ ഇത് ഒക്കെ വെറുതെ പറയുകയാണ്. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരൊക്കെ വെറുതെ പറയുകയാണ്. വെറുതെ എങ്ങനെ പറഞ്ഞു വിടുക അത് കോടീശ്വര യോഗം ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ എന്നല്ല ഏത് ഗ്രഹമാണോ നമുക്ക് അനുകൂലമല്ലാത്തത്, അനുകൂലമല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങളൊന്നും ലഭിക്കണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ ഇതിന് പരിഹാരം ചെയ്യേണ്ടത്. ഈ പരിഹാരം ചെറിയ പരിഹാരങ്ങളാണ്, നിങ്ങൾ പേടിക്കേണ്ട പരിഹാരമൊന്നുമല്ല. ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ പോലും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തുലാം രാശിക്കാർക്ക് സന്തോഷവും സമാധാനവും ഈ ശുക്രൻ ചിങ്ങത്തിലേക്ക് മാറുന്നതോടുകൂടി ലഭിക്കാൻ പോകും. കാരണം ലാഭസ്ഥാനമാണ് 11. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ലാഭസ്ഥാനമാണ്. അപ്പൊ പല തരത്തിലും ആയിരിക്കും ഇവർക്ക് ജീവിതത്തിൽ മെച്ചമുണ്ടാവുക, ജീവിത വിജയം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, എല്ലാം ഇവർക്ക് തേടിയെത്തുന്ന സമയമാണ്. എന്തായാലും തുലാം രാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ശുക്രൻ എല്ലാ ഗുണാനുഭവങ്ങളും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കാൻ മഹാലക്ഷ്മിക്ക് ഈ വഴിപാടുകൾ ചെയ്യുക.
മഹാലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക, അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്തം വഴിപാട് കഴിപ്പിക്കുക, പാൽപായസം വഴിപാട് കഴിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. എന്തായാലും അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി വരുന്ന ഈ വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയാണ്. ഈ നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ഈ മാറ്റം 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ജോലിയിലൊക്കെ പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ജോലിയിൽ നല്ല മാറ്റങ്ങളായിരിക്കും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ കർമ്മ മേഖലയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ ഉടനീളം ജോലി ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഉള്ള ജോലിയിൽ പുരോഗതി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഉള്ള ജോലിയിൽ വളർച്ച ഉണ്ടാവും. തീർച്ചയായിട്ടും സാമ്പത്തിക ശേഷി വർദ്ധിക്കും. നാനാ തുറകളിൽ നിന്നും നമുക്ക് പണം എങ്ങനെയെങ്കിലും എത്തിച്ചേരാനുള്ള വഴികൾ ഉണ്ടാവും. നമ്മൾ ഏത് മേഖലയാണോ ചെയ്യുന്നത്, അതായത് ഈ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ഏത് മേഖലയിൽ ചെയ്താലും അത് നമ്മുടെ കർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഇനി കലക്ടർ ആയാലും ഇനി സാധാരണ ഒരു വെയിറ്റർ ആയാലും അത് നമ്മുടെ തൊഴിലാണ്. ആ തൊഴിലിനെ നമ്മൾ ബഹുമാനിക്കുക. അത് അവരുടെ കർമ്മമാണ്. ആ കർമ്മത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ജീവിതത്തിൽ വൻ വിജയമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അപ്പൊ ഈ 10ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതെന്ന് പറഞ്ഞു. ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർഷിപ്പ് കണ്ടെത്താൻ സാധിക്കും. ആ ഒരു ബന്ധത്തിലൂടെ ആ ബിസിനസ് വളരാൻ തുടങ്ങും. അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. വാഹനയോഗം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് ഒരു 4 വീലറെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തീർച്ച. അതുപോലെ വീട് മോടി പിടിപ്പിക്കാൻ കഴിയും. പഴയ വീടുകളൊക്കെ മോടി പിടിപ്പിച്ച് നല്ല രീതിയിൽ വളർത്താൻ കഴിയും. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഇനി ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക്, കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിലും വളർച്ച ഉണ്ടാവും. ഇനി കച്ചവടം ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ കച്ചവടം ഇപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. ഏതായാലും നല്ല സമയമാണ് വൃശ്ചിക രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് നമ്മുടെ എപ്പോഴും ശുക്രൻ എല്ലാവർക്കും അനുകൂലനാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അവരുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക. എന്തായാലും എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു നല്ലൊരു മുഹൂർത്തം ഒരു അസ്ട്രോളജറെ കൊണ്ട് തയ്യാറാക്കിയതിനു ശേഷം ആ സമയത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുടുംബത്തെ സമാധാനവും സന്തോഷം വരും ഇവരെ സംബന്ധിച്ച്. അതായത് വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ സാഹചര്യം ഉണ്ടാകും. സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വൃശ്ചിക രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ഒരു സമാധാനം കിട്ടുന്ന സമയമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പലർക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് ഈ ഒരു 15ാം തീയതിക്ക് ശേഷം അതൊക്കെ മാറി സന്തോഷവും സമാധാനവും വന്നു ചേരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അതായത് പണം നിങ്ങൾക്ക് പല വഴിയിലൂടെയും വന്നു ചേരാം എന്നുള്ളതാണ്. എന്തായാലും ദേവിയെ പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മിയെ. അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന് പാൽപായസവും ഭാഗ്യസൂക്തവും കഴിപ്പിക്കുക. അതുപോലെ ഈ ദുർഗാ ഭഗവതിക്ക് പല സ്ഥലങ്ങളിലും പല വഴിപാടുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. എന്തായാലും വൃശ്ചിക രാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.